ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബാഹ്യം ആസനം ഉക്തം അധുനാ ശരീരധാരണം കഥം ഇതി ഉച്യത്തെ. ബാഹ്യം ആസനം ഉക്തം അധുനാ ശരീരധാരണം കഥം ഇതി ഉച്യത്തെ. അപ്പം ബാഹ്യമായ ആസനത്തെ പറഞ്ഞു, പുറമെ ശുദ്ധമായ സ്ഥലത്ത് ആസനം ഇടാനും മറ്റും പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ വേണം ഇരിക്കുക? ശരീരധാരണം എങ്ങനെയായിരിക്കണം? സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യമച്ഛിത്തോ യുക്ത ആസീത മത്പരഃ. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യമച്ഛിത്തോ യുക്ത ആസീത മത്പരഃ. അപ്പൊ ബാഹ്യമായ ആസനം നേരത്തെ പറഞ്ഞു. ഇനി ശരീരധാരണം പറയുകയാണ്. സമം കായ ശിരോഗ്രീവം അചലം ധാരയൻ. ഇവിടെയൊക്കെ സാധകനെ സംബന്ധിച്ചുള്ളതാണെന്നറിയണം, ഒന്ന്. രണ്ട്, സാധകനെ സംബന്ധിച്ചായാലും സാമാന്യോപദേശമാണെന്നറിയണം. അതെന്താ സാധകനെ സംബന്ധിച്ചായാലും സാമാന്യോപദേശമാണെന്നറിയണം എന്ന് പറഞ്ഞത്? ഓരോ വ്യക്തിയുടെയും ശരീരസ്ഥിതി എന്താണ്, അത് പരിഗണിക്കാതെ മൊത്തത്തിൽ എല്ലാവരോടും ഒന്നും പറയാൻ പാടില്ല. ഇപ്പം ശാരീരികമായ വയ്യായിയുള്ള ആൾക്കാർ, ഇപ്പം എല്ലാവർക്കൊന്നും കായശിരോഗ്രീവം സമമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതൊരു പോരായ്മയാണ്. എനിക്കത് കഴിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ അത് ദോഷമാണ്, ഒരു അപകർഷത വരും. അപ്പം അതുകൊണ്ട് ഉപദേശങ്ങൾ സാമാന്യോപദേശങ്ങളാണ്. വിശേഷമായി അതത് വ്യക്തിക്കനുസരിച്ച് മാറ്റി പറയേണ്ടതാകുന്നു. അല്ലാതെ മൊത്തത്തിലൊരു പൊതു നിയമം നമ്മൾ പറഞ്ഞേക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം ഇവിടുന്ന് വേദാന്ത ക്ലാസ് കഴിഞ്ഞിട്ട്, കഥയല്ല, ഉണ്ടായ സംഭവമാണ്. നമ്മളൊരു പരിപാടിക്ക് പോവുകയാണ്. വേദാന്ത ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ വേദാന്ത ക്ലാസ്സിന് പൂർണ്ണമായി പങ്കെടുത്ത് കേട്ട ഒരു ചങ്ങാതി നമ്മുടെ കൂടെയുണ്ട്. അയാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പരദൂഷണമല്ല നമ്മുടെ ഉദ്ദേശ്യം, തത്വം പ്രതിപാദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ ദുഷിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് അന്ന് സന്ദർഭവശാൽ ഇവിടെ ശൗചത്തെക്കുറിച്ചെന്തോ പ്രതിപാദനം വന്നിരുന്നു. അങ്ങനെ ശൗചത്തെക്കുറിച്ച് പ്രതിപാദനം വന്ന സമയത്ത് എങ്ങനെയാണ് മൂത്രം ഒഴിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു സന്ദർഭവശാൽ. എങ്ങനെ മൂത്രം ഒഴിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ഹിന്ദു സമാജം അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ സന്ദർഭവശാൽ പറയുകയും തമാശയ്ക്ക് നിന്ന് മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിസ്തരിക്കുകയൊക്കെ ചെയ്തിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ഒരാൾ വഴിയോരത്ത് നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്. ഉടനെ നമ്മളെ കൂടെയുള്ള ടോപ്പ് വേദാന്തി പറയുകയാണ്, കണ്ടോ സംസ്കാരമില്ലാത്ത ആൾ നിന്ന് മൂത്രമൊഴിക്കണത്, ഇരുന്ന് മൂത്രമൊഴിക്കണ്ടേ. ഞാൻ ചോദിച്ചു, അല്ല കക്ഷി, നിനക്കറിയോ അയാളുടെ സ്ഥിതി എന്താണ്? അയാളുടെ മുട്ട് മടങ്ങുമോ? അയാൾക്ക് വല്ല രോഗങ്ങളുണ്ടോ? അയാൾക്ക് ഇരിക്കാൻ വയ്യായി ഉണ്ടോ? നിനക്കറിയോ? നീ ഇറങ്ങി അയാളോട് നേരിട്ട് സംസാരിച്ച് അയാളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷമല്ലാതെ അയാളെ കളിയാക്കിയാൽ, അയാളെ നിന്ദിച്ചാൽ നീയല്ലേ മഹാപാപം ചെയ്യുന്നത്? അയാളാണോ? അയാൾക്ക് മുട്ടിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നടുവിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിന് പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് ഇരുന്ന് മൂത്രമൊഴിച്ച് എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് നിന്നിട്ട് മൂത്രമൊഴിക്കണം. അപ്പം ശാസ്ത്രം വിശേഷമായി ഗ്രഹിക്കാതെ ഉള്ള ഒരു 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 അഭിപ്രായ പ്രകടനമാണിത്. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാമാന്യ ഉപദേശമാണ് ആചാര്യൻ ചെയ്യുക. ചിലരോട് കിടന്ന് ചെയ്തോളൂ എന്ന് പറയേണ്ടി വരും, ചിലരോട് നടന്ന് ചെയ്തോളൂ. ചില രോഗങ്ങളുള്ളവർക്ക് കിടക്കാൻ പറ്റില്ല, ചില പ്രത്യേക വേദനകളുള്ളവർക്ക് കിടക്കാൻ പറ്റില്ല. അവർക്ക് നടന്നാൽ പ്രശ്നമല്ല, നടന്നാൽ ഒരു പ്രശ്നമില്ല. ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് ഇരിക്കാനും കിടക്കാനും പറയാൻ പറ്റില്ല, നടന്നുകൊണ്ട് മനസ്സടക്കിക്കൊള്ളൂ എന്ന് പറയണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലപ്പോഴും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ട് ഉടനെ സാമാന്യ ഭാവത്തിൽ എല്ലാത്തിനെയും അളക്കാൻ പോകുന്ന അനർത്ഥമാണത്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സമം കായ ശിരോഗ്രീവം അചലം ധാരയൻ, ഇത് സാധിക്കുന്നവർക്ക് സാമാന്യോപദേശമാണ്. വിശേഷോപദേശം എങ്ങനെയാണോ അങ്ങനെ അചലമായിട്ട് ശരീരത്തെയും ശിരസിനെയും ഗ്രീവം കഴുത്തിനെയും സമമാക്കി അചലം ധാരയൻ, അചലമായിട്ട് നിലനിൽക്കണം. അങ്ങനെ സ്ഥിരതയോടുകൂടി നിലനിർത്തുന്നവനാകണം. അചലഭാവം വേണം, സ്ഥൈര്യവും വേണം. സ്ഥൈര്യമില്ലെങ്കിൽ അചലമായി നിർത്തും, ഉടനെ മാറ്റും, പിന്നെ വീണ്ടും അചലമായി നിർത്തും, വീണ്ടും മാറ്റും. അതല്ല, സ്ഥൈര്യം വേണം. അങ്ങനെ സ്ഥൈര്യവും അചലഭാവവും കൈവരിച്ച് എന്ത് ചെയ്യണം? സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ, തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കിയിട്ട്, അടുത്തിരിക്കുന്ന ആളുടെ മൂക്കിൻ്റെ തുമ്പത്തേക്കല്ല. അതുകൊണ്ട് സ്വം എന്ന് പ്രത്യേകം പറയുക. കാരണം അടുത്തിരിക്കുന്ന ആളെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് അയാൾ ഇളകിയാൽ നമ്മളും ഇളകും. ഇതല്ല, ഇത് ഇളകൂല. സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ. അപ്പം പിന്നെ വേറൊന്നും കാണാനില്ല അല്ലേ? എന്താ പറയണ്ടേ, ഭ്രൂമധ്യം നോക്കിയാൽ പോലും ചുറ്റുപാടൊക്കെ കണ്ടുവരും. ഇത് പാവൊന്നുമില്ല, വളരെ ചുരുങ്ങി. സംപ്രേക്ഷ്യ നാസികാഗ്രം. ദിശഹാച അനവലോകയൻ, ചുറ്റുപാട് നോക്കാത്തവൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 പേര് ഇരുന്ന ഒരു സ്ഥലത്ത് അറിയാൻ നോക്കണം, അവൻ ശരി, അവൻ്റെ ഇരുത്തം ശരിയാണോ, അവൻ്റെ നോട്ടം ശരിയാണോ? എന്താണ്? എടാ നീ ഇതൊക്കെ നോക്കാൻ നീ ആര്? നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു, എളുപ്പമില്ല, മരിച്ചുപോയി. കഷ്ടപ്പെട്ട് പാവം 10-80 വയസ്സ് കഴിഞ്ഞിട്ടും ക്ലാസ്സിന് സ്ഥിരം വരും. 80, 84, 85 വയസ്സിലൊക്കെ ക്ലാസ്സിന് സ്ഥിരം വരും. ചിദാനന്ദ സ്വാമിയുടെ ക്ലാസ്സിന് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇനിയാണ് കേൾക്കാൻ പോകേണ്ടത്. അപ്പോൾ വളരെ പേര് ഹാളിൽ ഇരിക്കുന്നുണ്ടാവും. ഇയാൾ ഓരോരുത്തരടുത്തും പോകും, നിർത്തുകൊണ്ടും. അവർ ശ്രദ്ധിച്ചിരിക്കുക, നല്ല ക്ലാസ് ആട്ടോ, ശ്രദ്ധിക്കണം, നഷ്ടപ്പെട്ടു പോരുത്. എന്നിട്ട് അടുത്ത ആളെ പോയി തോണ്ടും, അല്ല കേൾക്കേണ്ട ക്ലാസ്സാണ്, നഷ്ടപ്പെടരുത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഇതേ ഒരു വസ്തു കേൾക്കൂല, പാവം. പിന്നെ കഷ്ടപ്പെട്ട് ഇത്ര വരുന്ന എന്തിനാ? ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് സുഖം ഓരോരുത്തർ. അപ്പം ഇത് മറ്റുള്ളവരെ നോക്കുകയാണ്, അത് വേണ്ട. മറ്റുള്ളവരെ നോക്കാതിരുന്നാൽ തന്നെ ഒരു 90% നമുക്ക് സമാധാനമാവും.
ഇത് ഇത് മറ്റൊരു നോക്കല നമ്മളെ പ്രധാന പണിയല്ലേ. കല്യാണം കഴിച്ചു, പതി, അയാളെങ്ങട്ടാ പോണത്, അയാളെങ്ങട്ടാ നോക്കണത്, അയാൾ ആരെയാ നോക്കണത്, പത്നീനെ അവളെങ്ങട്ടാ നോക്കണത്, അവൾ ആരെ കൂടെയാ, ഇതെന്തിനാ നീ നോക്കണത്? അവൾക്ക് അവളെ സ്വാതന്ത്ര്യം, നിനക്ക് നിന്റെ സ്വാതന്ത്ര്യം. ഇത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടേയിരിക്കുക. അതെന്താ ചെയ്യണത്, മറ്റവരെന്താ ചെയ്യണത്? അവസാനം നമുക്ക് നമ്മളെ നോക്കാൻ നഷ്ടമാകും. അവസാനം ചിന്തിക്കുമ്പോൾ നഷ്ടക്കച്ചവടമാവും. അതുകൊണ്ട് സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യൻ ദിശഃ ച അനവലോകയൻ, ചുറ്റുപാട് നോക്കാത്തവനായിട്ട് ഇതൊക്കെയായിട്ടും പ്രയോജനമില്ല. എന്താവണം? പ്രശാന്ത ആത്മാ, പ്രശാന്തമായ അന്തഃകരണത്തോട് കൂടിയവൻ. അതിനെ പ്രശമിപ്പിക്കണം. ഇങ്ങനെ തിളച്ചു പൊന്തി വരുമ്പോൾ പതുക്കെ 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 ശമിപ്പിക്കുക. എന്തിനടോ, എന്തിനാ വെറുതെ, എന്ത് കിട്ടാൻ പോണു നിനക്ക് ഇങ്ങനെ തിളച്ചിട്ട്? കുറച്ചൊന്ന് ശാന്തമായി അടങ്ങാം എന്ന് മനസ്സിനെ പാകപ്പെടുത്തി വിഗതഭീഹി, ഭയമൊഴിഞ്ഞവനായിട്ട്. എപ്പോഴും രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം വരുന്നത്. രണ്ടാമതൊന്നിൽ നിന്നാ ഭയം വരുന്നത്. രണ്ടാമതൊന്നില്ല, പിന്നെ എന്തിനാ ഭയപ്പെടാൻ? ഭയമൊഴിഞ്ഞവനായിട്ട്. ഭയം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ ഭയം, ദുഃഖം തുടങ്ങിയ എല്ലാത്തിനെയും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് വിചാരത്തിലൂടെ ബ്രഹ്മചാരി വ്രതേ സ്ഥിത, ബ്രഹ്മചാരി വ്രതത്തിൽ കഴിഞ്ഞിട്ട്. ഈ ബ്രഹ്മചാരി ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് പല തലങ്ങളിൽ. ഏറ്റവും ഉയർന്ന അർത്ഥം ബ്രഹ്മനിഷ്ഠനാണ്. അതിവിടെ എടുക്കരുത്. ബ്രഹ്മണിയേവ അഭിന്നതയാ ചരതി ഇത് ബ്രഹ്മചര്യം. അഭിന്നതയാ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ കഴിയുന്നതാണ് ഉന്നതമായ ബ്രഹ്മചര്യം. ആ അർത്ഥമൊന്നും ഇവിടെ എടുക്കരുത്. എന്തുകൊണ്ട്? ഇത് തുടങ്ങണേ ഉള്ളൂ. ഇത് തുടക്കക്കാരൻ സാധകനാണ്. അപ്പൊ ഇവിടെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പൊ ഇന്ദ്രിയങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ വെക്കുക, അഥവാ സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരത്തിൽ പ്രവർത്തിക്കാതിരിക്കുക, അഥവാ വേദം പഠിക്കുക, ശാസ്ത്രം പഠിക്കുക എന്നൊക്കെ ബ്രഹ്മചര്യത്തിന് അർത്ഥമുണ്ട്. ആ ശാസ്ത്ര പഠനത്തിന് യോജിച്ച ജീവിതവൃത്തി പാലിക്കുക, ഗുരുസേവകളൊക്കെ ചെയ്ത് കഴിയുക, അതൊക്കെ ബ്രഹ്മചര്യമാണ്. ഇനി ശാരീരിക ബ്രഹ്മചര്യം എന്നുള്ള അർത്ഥമെടുത്താൽ ശാരീരിക ബ്രഹ്മചര്യം പുരുഷന്മാർക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ശാരീരിക ബ്രഹ്മചര്യം സ്ത്രീകൾക്ക് ഇല്ല. അവിടെ കണ്ടോ, സ്ത്രീ പുരുഷ അസമത്വവാദം പറഞ്ഞു എന്നൊന്നും നാളെ പറഞ്ഞേക്കരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കൊള്ളാം, ശാരീരിക ബ്രഹ്മചര്യം പുരുഷനേ ഉള്ളൂ. പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കുക. സ്ത്രീക്ക് ശാരീരിക ബ്രഹ്മചര്യം ഇല്ല. സ്ത്രീയുടെ ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമൊക്കെയാണ്. ശരി, എന്താണെന്ന് സംശയമുള്ളവർക്ക് രാത്രിയേ കിട്ടുള്ളൂ ഉത്തരം, പകൽ ഉത്തരം കിട്ടുകയില്ല. ചിലരൊക്കെ എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സംശയ നിവാരണം രാത്രി മാത്രം. ബ്രഹ്മചാരി വ്രതേസ്ഥിത മനസ്സംയമ്യ, മനസ്സിനെ സംയമിച്ചിട്ട്, മനസ്സിനെ സമ്യക് യമം ചെയ്തിട്ട്, നല്ലപോലെ നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യണം? മച്ചിത്താഹ, നിയന്ത്രിച്ച്. ഇപ്പോൾ മനസ്സിനെ സംയമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾ മനസ്സിനെ സംയമിച്ചു. ഒരാൾ ഒരു ബേക്കറിയുടെ മുമ്പ് പോയി മനസ്സിനെ നല്ലോണം സംയമിച്ചു. എവിടെ? ഭരണിയിൽ ജിലേബീൻ്റെ ഉള്ളിൽ സംയമിച്ചില്ലേ? സംയമിച്ചു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം മനസ്സെവിടെയുള്ളത്? ജിലേബീൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ ഒരാണ് ഒരു പെണ്ണിൽ സംയമിച്ചു, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എവിടെയാണ് സംയമിച്ചത്? പെണ്ണിൽ. പെണ്ണാണിൽ സംയമിച്ചു, നോക്കിക്കൊണ്ടേയിരിക്കുക. അതിനെ തന്നെ നോക്കി, തിരക്കേടില്ലല്ലോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സുന്ദരനാണ്, മറ്റൊരാണ്, മറിച്ചതാണ്. ഈ സംയമല്ല. അതുകൊണ്ട് ഈ സംയമം എന്നുള്ളതിനോട് ഒന്നിച്ച് തന്നെ മച്ചിത്താഹ, എന്നിലുറച്ച അന്ധകരണത്തോട് കൂടിയിട്ട്. അല്ലാണ്ട് സംയമം എവിടെയാവാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
വളരെ ശ്രദ്ധിച്ചിങ്ങനെ എന്ത് എന്ത് ശ്രദ്ധയാണ്. എന്ത് സംഭവിച്ചാലും ഇളക്കല്ലാത്ത മാതിരിയാണ് കുട്ടിയിരിക്കണത് കഥ കേട്ടിട്ട്. അതെ, മുത്തശ്ശന് തന്നെ വലിയ സന്തോഷം. രാമൻ അവിടെ പോയതും രാവണനെ വെല്ലുവിളിച്ചതും യുദ്ധം തുടങ്ങിയതും ഒക്കെ നല്ല 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 ആവേശത്തോടു കൂടി പറയും. അപ്പോഴാണ് ഇയാൾ പറയണത്, എന്ത് നീളാം മുത്തശ്ശൻ്റെ ചെവിത്തെ രോമത്തിന് എന്നാലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും നേരം നോക്കിയാൽ എന്താ, വളരെ സംയമിച്ചിരിക്കുക. മുത്തശ്ശൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞ കഥ അത്രയും കേട്ട് ആസ്വദിക്കുക എന്നാ. അപ്പോഴാണോ എന്തൊരു നീളാം മുത്തശ്ശൻ്റെ ചെവിത്തെ രോമത്തിന്, ഇത്ര നേരവും പതാപം നോക്കിയിരുന്നോന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സംയമ്യാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല, അത് എവിടെ സംയമിച്ചു അത് മുഖ്യമാണ്. മച്ചിത്തഃ യുക്തഃ, അങ്ങനെ സമാഹിതനായിട്ട് ആസീത, ഇരുന്നോളൂ. ചിലര് മച്ചിത്തനാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മനസ്സിൽ വേറെ ഒന്നുമില്ല, അവനവൻ്റെ ജോലി തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നു. അവനവൻ്റെ ജോലി തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നു. അപ്പം ആ ജോലിയിൽ പ്രവൃത്തി ചിത്തനാണ് അയാൾ. പക്ഷേ അയാളുടെ ശ്രദ്ധ മാസം കിട്ടുന്ന ശമ്പളത്തിലാണ്. പരഹ, പ്രവൃത്തി എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? ആ പ്രതിഫലത്തിലാണ് അയാളുടെ പരത്വം. ഇതല്ല, ഇത് ചിത്തത്വവും പരത്വവും ഒന്നിൽ തന്നെയാണ്. മച്ചിത്തഃ മത്പരഹ, അതിലാണ് അങ്ങനെ മച്ചിത്തഃ എന്ന് പറഞ്ഞിട്ടും പോരാതെ മത്പരഹ എന്ന് അതുകൊണ്ടാണ് പറയണത്. മച്ചിത്തനായ മാത്രം പോരാ, മത്പരനും ആവണം. അങ്ങനെ 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 ഇരുന്നോളൂ. എവിടെ പറഞ്ഞല്ലോ, സമം കായ ശിരോഗ്രീവം ധാരയന്നജലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സംദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമമചിത്തഃ മത്പരഃ ആസീത. അതാണ് ക്രിയാപദം. ഇരുന്നാലും. അവിടെ 2 ശ്ലോകം ഒന്നിച്ച് അർത്ഥം പറയണം. ക്രിയാപദം പടിയുള്ളൂ, മുൻ ശ്ലോകത്തിൽ ക്രിയാപദം ഇല്ല. ആസീത, ഇരുന്നാലും. ഇങ്ങനെ ഇരുന്നോളൂ. ഇതാണ് ഉപദേശം. വ്യക്തമാണല്ലോ. നോക്കൂ, സമം കായശിരോഗ്രീവം, കായഃ ച ശിരഃ ച ഗ്രീവാ ച കായശിരോഗ്രീവം തത് സമം ധാരയൻ അചലം ച സമം ധാരയതഃ ചലനം സംഭവതി അതഃ വിശിനഷ്ടി അചലമിതി സ്ഥിരഃ സ്ഥിരോ ഭൂത്വാ ഇത്യർത്ഥഃ. സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ സമ്യക് പ്രേക്ഷണം ദർശനം കൃത്വാ ഇവ. ഇതി ശബ്ദഃ ഇതി ഇവ ശബ്ദഃ ലുപ്തഃ ദ്രഷ്ടവ്യഃ. നഹി സ്വനാസികാഗ്രസംപ്രേക്ഷണം ഇഹ വിധിത്സിതം. കിം തർഹി ചക്ഷുഷോഃ ദൃഷ്ടിസന്നിപാതഃ സ ച അന്തഃകരണ സമാധാനാപേക്ഷഃ വിവക്ഷിതഃ. സ്വനാസികാഗ്രസംപ്രേക്ഷണം ഏവ ചേത് വിവക്ഷിതം മനഃ തത്രൈവ സമാധീയതേ ന ആത്മനി. ആത്മനി ഹി മനസഃ സമാധാനം വക്ഷ്യത്തെ. ആത്മസംസ്ഥം മനഃ കൃത്വാ ഇതി. തസ്മാത് ഇവ ശബ്ദലോപേന അക്ഷ്ണോഃ ദൃഷ്ടിസന്നിപാതഃ ഏവ സംപ്രേക്ഷ്യ ഇതി ഉച്യത്തെ. ദിശഃ ച അനവലോകയൻ ദിശാം ച അവലോകനം അന്തരാ
അകുർവൻ ഇതി ഏതത് കിഞ്ച പ്രശാന്താത്മാ പ്രകർഷേണ ശാന്തഃ ആത്മാ അന്തഃകരണം യസ്യ സ അയം പ്രശാന്താത്മാ വിഗതഭിः വിഗതഭയഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ. ബ്രഹ്മചാരിണഃ വ്രതം ബ്രഹ്മചര്യം ഗുരുശുശ്രൂഷാ ഭിക്ഷാഭുക്തിയാദി തസ്മിൻ സ്ഥിതഃ തദനുഷ്ഠാതാ ഭവേത് ഇത്യർത്ഥഃ. കിഞ്ച മനഃ സംയമ്യ മനസഃ വൃത്തിഃ ഉപസംഹൃത്യ ഇത്യേതത് മച്ചിത്തഃ മയി പരമേശ്വരേ ചിത്തം യസ്യ സഹ അയം മച്ചിത്തഃ യുക്തഃ സമാഹിതഃ സൻ ആസീത ഉപവിശേത് മത്പരഃ അഹം പരോ യസ്യ സഹ അയം മത്പരഃ. ഭവതി കശ്ചിത് രാഗീ സ്ത്രീചിത്തോ നതു സ്ത്രിയമേവ പരത്വേന ഗൃഹ്ണാതി കിം തർഹി രാജാനം മഹാദേവം വാ അയം തോ മച്ചിത്തഃ മത്പരഃ ച. അപ്പോൾ സമം കായ ശിരോഗ്രീവം കായ ശിരഃ ച ഗ്രീവാച്ച വ്യക്തമാണത്. ശരീരവും തലയും കഴുത്തും സമമായിട്ട് തത്സമം ധാരയൻ സമമാക്കിയിട്ട് അചലം ച അചലമാക്കിയിട്ട് ഇളക്കല്ലാതാക്കിയിട്ട്. അപ്പം ഭാഷ്യകാരൻ അതിന് അങ്ങനെ പറഞ്ഞത്, ഭാഷ്യകാരൻ പറയാണ് സമം ധാരയതഃ ചലനം സംഭവതി. സമമായി വെക്കുന്നവനും ചലനം സംഭവിക്കാം. എങ്ങനെ? നമ്മൾ ചെറിയ മക്കളെ ചെറിയ കുട്ടികളായപ്പോൾ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. LP സ്കൂളിൽ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതാ അങ്ങനെ ആളില്ല, ഇല്ല, ഓർമ്മയില്ല, ഉണ്ട്, നമ്മളൊക്കെ ചെയ്തതാണ്. LP സ്കൂളിലൊക്കെ ആവും. ഇപ്പോഴും വരുക. നല്ലതാണ്, നല്ലതാണ്. ആ കുട്ടിത്തരം നല്ലതാണ്. ഇപ്പോഴും വന്നാൽ നല്ലതാണെന്നാണ് ഞാൻ പറയുക. പക്ഷെ ജപിക്കാതിരിക്കും, ഈ ധാരണയ്ക്ക് വേണ്ട, അല്ലാണ്ടാവാം. അപ്പം അവിടെ നമ്മൾ കഴുത്തും തലയും നട്ടലിൽ ഒരൊറ്റ നേർരേഖയിലാണ്, പക്ഷെ ആടിക്കൊണ്ടേയിരിക്കും. അത് വേണ്ട, അതാണ്. അപ്പോൾ എന്താണ്? അചലവും ആകണം, സമവും ആകണം. അങ്ങനെ ധാരയതഃ ചലനം സംഭവതി അതഃ വിശിനഷ്ടി. അതുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് അചലമിതി. സ്ഥിരഃ സ്ഥിരോ ഭൂത്വ, സ്ഥിരമായിട്ട്. സ്ഥിരത എന്നുള്ളത് മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ശരീരത്തിലൊക്കെ സ്ഥിരത വേണം. ഇപ്പം ശരീരത്തിൽ സ്ഥിരത ഇല്ലാതാക്കുന്ന ഒരു എന്താന്ന് അവനവൻ ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഉപേക്ഷിക്കണം. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. മനസ്സിലായില്ല? ഇപ്പം ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ സ്ഥിരത ഉണ്ടാവില്ല. അപ്പം അത്തരം ഭക്ഷണം ഒഴിവാക്കണം. അങ്ങനെ അതെല്ലാവർക്കും ഒന്നല്ല, അത് അവനവൻ ചെയ്യേണ്ടതാണ്. എന്താണോ തൻ്റെ സ്ഥിരതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് അത്തരം ചര്യകളെ ഒഴിവാക്കണം. സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റണം കുറേ നേരം. എന്നിട്ടോ സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ, തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നല്ലപോലെ നോക്കണം. സമ്യക് പ്രേക്ഷണം കൃത്യം, നല്ലപോലെ നോക്കണം. എന്ന് വെച്ചാൽ ദൃഷ്ടിപാതം അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, ഒറ്റ ഭാഗത്തേക്ക് മാത്രമായിരിക്കണം ദൃഷ്ടിപാതം. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് ഇവ ശബ്ദോ ലുപ്തോ ദ്രഷ്ടവ്യ. ഇവിടെ ഇവ ശബ്ദം ലുപ്തമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവ എന്നിവിടെ ഇല്ല. ഭഗവാൻ ഇവ എന്ന് പറഞ്ഞിട്ടില്ല. ഭാഷ്യകാരൻ പറയുകയാണ് ഇവ ചേർക്കണം. ഇവ ഉണ്ടായിരുന്നു അവിടെ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവ ലുപ്തമായി പോയതാണ്. പോലെ. അപ്പം തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കിയിരിക്കണ പോലെ ഇരുന്നോളാനാണ് പറയണത്, അല്ലാണ്ട് തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കിയിരിക്കാനല്ല.
അതുകൊണ്ട് ഇവ ചേർക്കണം അവിടെ എന്ന് ഭാഷ്യകാരൻ പറയുന്നു. മനസ്സിലായില്ല? എന്തിനാത്? കാരണം ഇവിടെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കുക എന്നുള്ളതല്ല വിധിക്കപ്പെടുന്നത്. മനസ്സിനെ എവിടെ ഇരുത്തേണ്ടത്? മൂക്കിൻ്റെ തുമ്പത്ത് ഇരുത്തിക്കോളൂ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാനാണ് അവിടെ പറയണത്, അല്ലാണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് ഉറപ്പിക്കാനല്ല. നാളെ കഷ്ടകാലത്തിന് മൂക്കിൻ്റെ തുമ്പ് മുറിഞ്ഞു പോയാലോ പിന്നെ ധ്യാനം നിന്നു. ആത്മാവിലാണ് ഉറപ്പിക്കേണ്ടത്. ആ ആത്മാവിൽ ഉറപ്പിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്ന ഭിന്നമായി പോകുന്ന വൃത്തികളെ ഒരു സ്ഥലത്തേക്ക് ആദ്യം ഏകാഗ്രമാക്കി ശീലിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മൂക്കിൻ്റെ തുമ്പ് പറഞ്ഞത്, അല്ലാണ്ട് മൂക്കിൻ്റെ തുമ്പിൽ ഉറപ്പിക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇവ പോലെ കൂട്ടിച്ചേർക്കണം. അതാണ് നഹി സ്വനാസികാഗ്ര സംപ്രേക്ഷണം ഇഹ വിദിത്സിതം. മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കുക എന്നുള്ളതല്ല ഇവിടെ വിധിക്കപ്പെടുന്നത്. കിന്തർഹി, പിന്നെന്താ? ചക്ഷുഷോഹോ ദൃഷ്ടിപാദ, രണ്ട് കണ്ണിൻ്റെയും ദൃഷ്ടിപാദം, ഒരു ദൃഷ്ടി ഒന്നിച്ചുറപ്പിച്ച് ഒരു സ്ഥലത്ത് പതിപ്പിക്കുക എന്നുള്ളതാണ് ഉറപ്പിച്ചത്. ചക്ഷുഷോഹോ, രണ്ട് കണ്ണുണ്ട്, രണ്ട് കണ്ണിൻ്റെയും ദൃഷ്ടിപാദമാണ് ഉദ്ദേശിച്ചത്. സച്ച അന്ധക്കരണ സമാധാനാപേക്ഷ, അതെന്തിനു വേണ്ടിയിട്ടാ? അന്ധക്കരണത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാണ്ട് അല്ലേ? മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, അല്ലാണ്ട് മൂക്കിന് തുമ്പത്തേക്ക് നോക്കാനല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വനാസികാഗ്ര സംപ്രേക്ഷണം ഏവ ചെയ്ത് വിവക്ഷിതം മനഃ തത്രയേവ സമാധീയതേ. മൂക്കിന് തുമ്പത്ത് സമാധാനിപ്പിക്കുകയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മനസ്സ് അവിടെയാണ് ഇരിക്കുക, ആത്മനി, അല്ലാണ്ട് ആത്മാവിലിരിക്കില്ല. ധ്യാനം പരിശീലിക്കാൻ പോയി, പരിശീലിച്ചു, എന്താ പഠിച്ചത്? മൂക്കിന് തുമ്പത്തേക്ക് നോക്കിയിരിക്കണം. അതിനിപ്പോൾ അവിടെ പോണോ? എന്തൊരു കഷ്ടം അത്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവ ശബ്ദം കൂട്ടിച്ചേർക്കണം. ആത്മനിഹി മനസ്സഹ സമാധാനം വക്ഷ്യതി, ആത്മാവിലാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടത്. ആത്മസംസ്ഥം മനഃകൃത്വ, മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവ ശബ്ദലോപേന, ഇവ ശബ്ദം ലോപിച്ചതായി മനസ്സിലാക്കി അക്ഷ്ണോഹോ ദൃഷ്ടിസന്നിപാതേവ സംപ്രേക്ഷ്യ, രണ്ട് കണ്ണുകളുടെയും ദൃഷ്ടിസന്നിപാതം പറയാൻ വേണ്ടി മാത്രമാണ് ഈ മൂക്കിൻ്റെ തുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അതിന് പ്രാധാന്യം ഇല്ല. ദിശഃ ചാനവലോകയൻ, ചുറ്റുപാട് നോക്കാതെ ദിശാം അവലോകയനം അന്തരാകുർവൻ, അന്തര അകുർവൻ, ദിക്കുകളുടെ മധ്യത്തിലേക്കുള്ള നോക്കൽ ഒഴിവാക്കിക്കൊണ്ട്, ഒരു ദിക്കിനെ നോക്കാണ്ട് തന്നിൽ മാത്രം ഇരിക്കാൻ ശീലിക്കുക. എങ്ങനെ? പ്രശാന്താത്മാ, പ്രശാന്താത്മാ പ്രകർഷേണ ശാന്തഹാത്മാ അന്ധകരണം യസ്യ, ആരുടെ അന്ധകരണം പ്രകർഷേണ ശാന്തമാണോ അതിന് പരിശ്രമിക്കുക. പ്രശാന്താത്മാവായിട്ടില്ല, പ്രശാന്താത്മാവാകാൻ ഉള്ള പരിശ്രമത്തിലാണ്. മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം കൊണ്ടുവന്ന് ശമിപ്പിക്കുക. അങ്ങനെ ശമിപ്പിച്ച് 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 വിഗത ഭീഹി, വിഗത ഭയ, ഭയം ഒഴിവാക്കിയവനായിട്ട്, രണ്ട് രീതിയിൽ. ഒന്ന് ബാഹ്യമായിട്ട്, രോഗഭയം, മരണഭയം, ശത്രുഭയം, അല്ലേ? അങ്ങനെ പലതും വരാം. വിശപ്പ്, ദാഹം തുടങ്ങിയവ വരുമോ എന്നുള്ള ഭയം, അങ്ങനെ പലതും വരാം. രണ്ടാമത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുമോ എന്നുള്ള ഭയം, കരടി വരുമോ, കടുവ വരുമോ, പന്നി വരുമോ, ഒക്കെ അങ്ങനെ, സിംഹം വരുമോ. ചിലർക്ക് ഇതൊന്നും വന്നാൽ പ്രശ്നമില്ല. പാറ്റ വരുമോ, എട്ടുകാലി വരുമോ, ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഭയം, കാലാവസ്ഥാ ഭയം ഒക്കെ വരാം. അതൊരു ഭാഗം. മറ്റൊരു ഭാഗം, ധാരണയിൽ അകത്തേക്ക് പോകുമ്പോൾ ചില ആന്തരിക ഭയങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില ആന്തരിക ഭയങ്ങൾ ധാരണയിൽ അല്പം പോകുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും കെൽപ്പില്ലാത്തവൻ ഗുഹയിൽ ധ്യാനിക്കുന്നിടത്ത് ഓടി വന്ന് പത്നിയിൽ അഭയം തേടും.
അങ്ങനെ വന്നാൽ കഷ്ണം മുറിയെ മനസ്സിലാവുള്ളൂ. ആ കഷ്ണം മുറിയും ലോകത്തിന് ഉപദേശിച്ചാൽ അത് ലോകത്തിൻ്റെ ശാപമായിട്ട് വരും. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാവും, ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. എന്താ സമയം പറഞ്ഞ് ആലോചിച്ച് പോയിക്കോളാം, ചർച്ച ചെയ്തോളാം, ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. ഗുഹയിൽ ഏകാന്തമായി ധ്യാനത്തിലിരിക്കുകയാണ്, തപസ് ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ ധാരണയുടെ അല്പം ധ്യാനത്തിലേക്ക് പോലും എത്തണ്ട, അതിനു മുമ്പ് ധാരണയിൽ നിന്ന് ധ്യാനത്തിലേക്ക് എത്തുന്ന ഒരു സന്ദർഭത്തിൽ ആന്തരികമായി ചില ഭയങ്ങൾ വരും. അതിനെ അഭിമുഖീകരിക്കാൻ കഴിയണം. അതിന് കഴിയാത്തവൻ എന്താവും? ഓടിപ്പോയി ഭാര്യയുടെ മടിയിൽ അഭയം തേടിയെന്ന് വരും. ഭാര്യ എന്നുള്ളത് വേറെ ആരും ആവാം. അങ്ങനെ അഭയം തേടിയവൻ മനസ്സിലാക്കിയത് കഷ്ണവും മുറിയും വക്കും മൂലയാവും. ഈ കഷ്ണവും മുറിയും വക്കും മൂലയും ലോകത്തിനോട് ഉപദേശിച്ചാലോ ലോകം മുഴുവൻ ആ ഉപദേശം കേട്ട് അപകടത്തിൽപ്പെടും. ആ അപകടമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് തീർന്നിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ചർച്ച ചെയ്യാൻ വേണമല്ലോ വകുപ്പുകൾ. ശരി. അപ്പം അങ്ങനെ ആന്തരികമായി വരാനുള്ള ഭയസാധ്യതകളെയും അഭിമുഖീകരിക്കാനും അതിക്രമിക്കാനും കഴിയുന്നവനാകണം. അപ്പം ബാഹ്യമായ ഭയമില്ല, ആന്തരികമായ ഭയമില്ല. വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേശ്, അതിനൊക്കെ ബ്രഹ്മചാരി വ്രതത്തിൽ ഉറച്ചവനായിരിക്കണം. സാധകനെ സംബന്ധിച്ച് ശാരീരിക ബ്രഹ്മചര്യമുണ്ട്. ആവർത്തിക്കുന്നു, ശാരീരിക ബ്രഹ്മചര്യം പുരുഷനേ ഉള്ളൂ, സ്ത്രീക്കില്ല. സ്ത്രീയുടെ ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമാണ്. ഇനി ഈ പറയുന്നത് എല്ലാവർക്കും ആവാം, ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. ഗുരു ശുശ്രൂഷ ഭിക്ഷാഭുക്തി ആദി, ഗുരു ശുശ്രൂഷ ചെയ്യുക, ഗുരുവെ സേവിക്കുക, ഭിക്ഷാടനം ചെയ്ത് മാത്രം ഭക്ഷണം കഴിക്കുക, ദിവസവും ഭിക്ഷയ്ക്ക് പോവുക, ഭക്ഷണം കഴിക്കുക, അത് വലിയ സാധനയാണ്. ശാസ്ത്രം പഠിക്കുക, ഇതാണ് ബ്രഹ്മചാരിയുടെ വ്രതം. നിത്യവും ഭിക്ഷാടനം ചെയ്യണം. നമ്മളെങ്ങനെ ഇന്നത്തെ കാലത്ത് പറ്റുമെന്നോ? ഏത് കാലത്താണ് പറ്റാത്ത? ഏതെങ്കിലും ബ്രഹ്മചാരി സന്യാസി ശാപ്പാട് കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടോ? മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശാപ്പാട് കൂടുതലായിട്ടുള്ള കുഴപ്പങ്ങളാണ് പൊതുവെ സന്യാസിമാർക്കുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്ത് പറ്റും, എക്കാലവും പറ്റും, എല്ലായിടത്തും പറ്റും. അല്ലാന്ന് ഭിക്ഷ എടുത്തവർ പറയട്ടെ, ഭിക്ഷ എടുത്തവർ വേണ്ടേ പറയുക? ആര് പറഞ്ഞു സാധകനായിട്ട് പറ്റില്ല എന്ന്? ആര് പറഞ്ഞു? ശരി. അപ്പോ ശാസ്ത്ര പഠനം അല്ലാണ്ട് മണിയടിക്കും ഭക്ഷണം കിട്ടും എന്ന് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ അവനെങ്ങനെയാ ബ്രഹ്മചാരിയാവുക? എനിക്ക് ഇത്ര മണിക്ക് ഭക്ഷണം റെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനും ഗൃഹസ്ഥനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കറക്റ്റ് 1 മണിക്ക് ഭക്ഷണം കിട്ടും, രാവിലെ 8:30 ഭക്ഷണം കിട്ടും, രാത്രി 7:30 ഭക്ഷണം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഗൃഹസ്ഥന് അയാൾ എന്താ വ്യത്യാസം? ക്ഷേത്രമൊക്കെ പോട്ടെ, നോക്കൂ, ബ്രഹ്മചാരി വ്രതത്തിൽ കഴിയുന്നവന് ഭക്ഷണം മുട്ടില്ല, ഉറപ്പ്. എന്തൊരു കഷ്ടം! ഇത്ര ഉറപ്പ് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞാലോ? ഇന്നത്തെ കാലം പിന്നെന്താ? ശ്രീകൃഷ്ണൻ 5000 കൊല്ലം മുമ്പ് പറഞ്ഞു. 5000 കൊല്ലത്തിന് മുമ്പ് സന്യാസമല്ലേ? അപ്പൊ ശ്രീകൃഷ്ണന്റെ കാലത്തുള്ള ആൾക്കാരെന്താ പറയുക? ഇന്നത്തെ കാലത്തൊന്നും പറ്റില്ല കേട്ടോ, പണ്ട് കാലത്തൊക്കെ പറ്റുമായിരുന്നു. ഏത് കാലത്ത്? ഋഷിമാരുടെ കാലത്തൊക്കെ അത് പറ്റുമായിരുന്നു. ഇപ്പൊ കൃഷ്ണ അപ്പ ഒന്നും പറ്റില്ല, അപ്പൊ ഒക്കെ മോഡേൺ ആണ് എന്ന് എപ്പോൾ പറയായിരുന്നു? 5000 കൊല്ലം മുമ്പ് പറയായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നു ഇന്നത്തെ കാലത്ത് പറ്റുമെന്ന്. 100 കൊല്ലം കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഒന്നും പറ്റില്ല, അതൊക്കെ പണ്ട് പറ്റുമായിരുന്നു. എല്ലാ കാലവും ഒരുപോലെയാ, ഒരു മാറ്റവും ഇല്ല. അപ്പം അതുകൊണ്ട് ഗുരുസേവ, നമസ്കാരം,
ഭിക്ഷാഭുക്തിയാദി അതാകുന്നു ബ്രഹ്മചര്യം. ഇനി ശാരീരികമായ ബ്രഹ്മചര്യം നേരത്തെ സൂചിപ്പിച്ചു. തസ്മിൻ സ്ഥിത തദനുഷ്ഠാത ഭവേത്, അതനുഷ്ഠിക്കുന്നവനായി തീരണം. കിഞ്ച മാത്രമല്ല മനഃ സംയമ്യ, മനസ്സിനെ നല്ലപോലെ യമം ചെയ്തിട്ട് മനസ്സഹ വൃത്തി ഉപസംഹൃത്യ, മനസ്സിൻ്റെ വൃത്തിയെ തന്നിലേക്ക് ഉപസംഹരിച്ചിട്ട് അങ്ങനെ കഴിയുക. എങ്ങനെ കഴിയുക? മച്ചിത്ത മൈ പരമേശ്വര ചിത്തം യസ്യ, ആരുടെ ചിത്തം എന്നിൽ പരമേശ്വരനിലാണോ അങ്ങനെ കഴിയുക. വേണമല്ലോ, ഉപാധികൾ വേണമല്ലോ. അതിനൊക്കെയാണല്ലോ ഈ പറഞ്ഞൊക്കെ. മറ്റീ പറഞ്ഞൊക്കെ എന്തിനാ? മച്ചിത്ത യുക്ത സമാഹിത സനാസീത്, അങ്ങനെ സമാഹിതനായിട്ട് ഇരുന്നോളൂ. ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇരുന്നാൽ എല്ലാം തൻ്റെ അടുത്തേക്ക് വരും. ഇരുന്നാൽ എല്ലാം തൻ്റെ അടുത്തേക്ക് വരും. ഇരിക്കണം, പക്ഷെ ഇരിക്കണം. ഇത്രേ പറഞ്ഞു. എന്താ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നിരാശയാവണമെന്ന് പറയണോ? നിരാശ ഇരിക്കുവോ? അവൻ്റെ മനസ്സോടൂലേ? ഒന്നും ഇരുന്നാൽ മതി, ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വെറുതെ ഇരുന്നോളാം, എല്ലാം വരും. അഹം പരോ യസ്യ സായം മത്പരഹ, എങ്ങനെ ഇരിക്കണം? മത്പരഹ, ഞാൻ തന്നെ പരം എന്ന ഭാവത്തിൽ ഇരിക്കണം. ഇവിടെ ഭാഷ്യകാരൻ വിശദീകരിക്കുകയാണ് എന്തിനാണ് മച്ചിത്തഹ എന്ന് പറഞ്ഞിട്ട് മത്പരഹ എന്ന് വീണ്ടും പറയുന്നത്. ഭവതി കശ്ചിത്, ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. എങ്ങനെ? സ്ത്രീ ചിത്തോ രാഗി, ഒരു രാഗിയാണ്, രാഗമുണ്ട്. അപ്പൊ രാഗം ഉള്ള ആൾ എന്താണ്? സ്ത്രീ ചിത്തനാണ്, സ്ത്രീയിലാണ് അയാളുടെ മനസ്സ്. എന്ന് വെച്ചാൽ വിപരീത ലിംഗത്തിൽ, പെണ്ണിനെ സംബന്ധിച്ച് ആണ്, ആണിനെ സംബന്ധിച്ച് പെണ്ണ്, ഇങ്ങനെയൊക്കെ ആവാം എന്ന് വിചാരിച്ചോളൂ. സ്ത്രീ ചിത്ത. പക്ഷെ അതേ സമയത്ത് നതു സ്ത്രീയം പരത്വേന ഗൃഹാതി, സ്ത്രീ പരമാണെന്നൊന്നും ഗ്രഹിക്കുന്നില്ല. എവനും അറിയാം ഈശ്വരനുണ്ട്, ഈ പെണ്ണിൻ്റെ മുകളിൽ ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ മുകളിൽ രാജാവുണ്ട്, രാജാനം മഹാദേവം വാ. അപ്പൊ ആരാ പരം? പരം രാജാവാണ്, അല്ലെങ്കിൽ മഹാദേവനാണ്. പക്ഷെ അവൻ്റെ മനസ്സെവിടെയാ? സ്ത്രീയിലാണ്. ഇങ്ങനെ ഉണ്ടാവാം. ഇതല്ല, ഇത് മച്ചിത്തനുമാണ്, മത്പരനുമാണ്. അതിനുപരി ഒന്നില്ല. അങ്ങനെ കഴിയുന്നവൻ എന്താ കഴിയുന്നവൻ? അഥ ഇതാനീം യോഗഫലമുച്യതേ, ഇനിയിപ്പോ യോഗഫലത്തെ പറയുന്നു. എന്താ യോഗഫലം? യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാം അധിഗച്ഛതി. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഏവം ഇപ്രകാരം സദാ ആത്മാനം യുഞ്ജൻ, സദാ എപ്പോഴും ആത്മാനം യുഞ്ജൻ, ആത്മാവിനെ യോജിപ്പിക്കുന്നവൻ, യോഗസാധന ചെയ്യുന്നവൻ, അന്ധകരണത്തെ അടക്കുന്നവൻ. ഏറ്റവും നല്ല അർത്ഥം പറഞ്ഞാൽ തന്നെ തന്നോട് ചേർക്കുന്നവൻ. എപ്പോ? സദാ, എപ്പോഴും. അങ്ങനെയുള്ള യോഗി നിയതമാനസഃ, നിയതമായ നിയമിതമായ മനസ്സോടുകൂടിയവനായിട്ട്. എവിടെ ഇരിക്കണോ അവിടെ ഇരിക്കുന്നു, അത് തന്നെ.
എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണോ, എവിടെയൊക്കെ ഇരിക്കണമെന്ന് ചോദിച്ചാലോ, ശരീരം ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കും, പക്ഷെ എവിടെയൊക്കെ ഇരിക്കേണ്ട ഓരോരുത്തർ 1.5 മണിക്കൂർ കൊണ്ട് എവിടെയൊക്കെ പോയി വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് എന്താ ഫലം? നിർവാണപരമാം ശാന്തിം, നിർവാണപരമമായ ശാന്തിയെ, മത്സംസ്ഥാം എന്നിലുള്ള ഇരിപ്പാകുന്ന ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. പിന്നെന്താ വേണ്ടത്? പിന്നെ ഒന്നും നേടേണ്ടതില്ല. മത്സംസ്ഥാം എന്നിൽ നിലകൊള്ളുന്ന നിർവാണപരമാം ശാന്തി, മോക്ഷപരമായ ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അയാൾ മുക്തനായിത്തീരുന്നു, അയാൾ പ്രശാന്തനായിത്തീരുന്നു, അയാൾ മുക്തനാകുന്നു. എവിടെ? ഇവിടെ. എപ്പോ? ഇപ്പോ. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ടല്ല. അയാൾ മുക്തനാകുന്നു. നോക്കൂ, യുഞ്ജൻ സമാധാനം കുറുവൻ, യുഞ്ജൻ സമാധാനം കുറുവൻ ഏവം യഥോക്തേന വിധാനേന സദാ ആത്മാനം യോഗി നിയതമാനസഃ നിയതം സംയതം മാനസം മനഃ യസ്യ സ അയം നിയതമാനസഃ ശാന്തിം ഉപരതിം നിർവാണപരമാം നിർവാണം മോക്ഷഃ തത്പരമാ നിഷ്ഠ യസ്യാഹ ശാന്തേഃ സാ നിർവാണപരമാ താം നിർവാണപരമാം മത്സംസ്ഥാം മദധീനാം അധിഗച്ഛതി പ്രാപ്നോതി. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ, യഥോക്തേന വിധാനേന, ഈ പറഞ്ഞ പോലെ. അപ്പം എന്താ പറഞ്ഞത്? ആദ്യം തുടങ്ങണം. എവിടെ തുടങ്ങണം? ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ തുടങ്ങി ഇങ്ങോട്ട്. അവിടുന്നോട്ടാണ് ആസനം പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ, അത് നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാത് അല്ലേ, ഒക്കെ ഈ പറഞ്ഞ പോലെ കേട്ടോ എന്ന് പറയും. അതെന്താന്ന് ചോദിച്ചാൽ പ്രശ്നമായി. പിന്നെ ആദ്യം തുടങ്ങണം. അതുതന്നെയാണ് അവിടെ. യഥോക്തേന പ്രകാരേണ പറഞ്ഞ പോലെ മനസ്സമാധാനം ചെയ്യുന്നവൻ യോഗി നിയതമാനസനായിട്ട്, നിയതമായ സംയതമായ മനസ്സോടൊത്തവനായിട്ട്, ശാന്തിം ഉപരതിം നിർവാണപരമാം മോക്ഷപരം, മോക്ഷപര്യന്തമായ ശാന്തിയെ, പരമമായ നിഷ്ഠയെ പ്രാപിക്കുന്നു. യാതൊരു ശാന്തിയുടെ നിഷ്ഠ മോക്ഷത്തിലാണോ അങ്ങനെയുള്ള ശാന്തിയെ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള ശാന്തിയെ? മദധീനാം മത്സംസ്ഥാം പരമാത്മസ്ഥിതാം, പരമാത്മസ്ഥിതമായ ശാന്തിയെ. അല്ലാതെ നമ്മൾ ഇതര വിപരീത വിഷയങ്ങളിലും ശാന്തി കണ്ടെത്താം, അത് താൽക്കാലികം മാത്രമായിരിക്കും. വസ്തുപ്രാപ്തിയിലുള്ള ശാന്തി, സ്ഥലപ്രാപ്തിയിലുള്ള ശാന്തി, അതൊക്കെ താത്കാലികമായിരിക്കും. ഇത് നിർവാണപരമമായ മത്സംസ്ഥാം ശാന്തിം, വ്യക്തമാണല്ലോ, അധിഗച്ഛതി. ഇതാണ് പരമമായ ലക്ഷ്യം. ഇതിന് മേപ്പട്ടിക്കൊന്നും പറയാനില്ല. അപ്പം ഇനി പറയണതോ ഇതിന് കീഴ്പട്ടിക്കാണ്. അപ്പം അതിനു വേണ്ടി എന്ത് വേണം? ആസനം പറഞ്ഞു, ഇനി ആഹാരം, വിഹാരം ഒക്കെ ശ്രദ്ധിക്കണം. ആസനാഹാര വിഹാരാദി. ഇദാനീം യോഗിനഃ ആഹാരാദി നിയമഃ ഉച്യതേ. ഇദാനീം യോഗിനഃ ആഹാരാദി നിയമഃ ഉച്യതേ. ഇപ്പോൾ യോഗിയുടെ ആഹാരം തുടങ്ങിയ നിയമങ്ങളെ പറയുന്നു. എങ്ങനെയാണ് യോഗിയുടെ ആഹാരങ്ങളൊക്കെ വേണ്ടത്, വിഹാരങ്ങളൊക്കെ വേണ്ടത് എന്ന് പറയുന്നു. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ
ജാഗ്രതോ നൈവ ചാർജുന നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഹേ അർജുന, അല്ലേ അർജുന, പേര് വിളിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു നേരമായി വിളിച്ചിട്ട് ഇല്ലേ? പാണ്ഡവാന്ന് വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ വളരെ വേറെ ചില ഗഹനമായ സത്യമൊക്കെ ഉപദേശിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ശ്രദ്ധ ആകർഷിക്കാൻ. ഇതിപ്പോൾ അത്ര വലിയൊരു ഗഹനമായ വിഷയമല്ല ഭഗവാൻ പറഞ്ഞേ. അതുകൊണ്ട് അർജുനൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കം തൂങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അർജുന, ഹേ അർജുന, വിളിച്ച പോനാ, എന്താ വേണ്ട, എന്താ പറയാം, കേട്ടോളൂ. നാത്യശ്നതസ്തു യോഗ അസ്തി. അധികം അശ്നതഃ. അശ്നൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ. അതി മാത്രം അശ്നൻ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവൻ. അത്യശ്നൻ, അവന്. അത്യശ്നതഃ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവന്. യോഗഃ നാസ്തി, യോഗമില്ല, അവന് യോഗസിദ്ധി ഉണ്ടാവില്ല. എന്നാ ശരി, തീരെ കഴിക്കണില്ല, എന്നാ യോഗസിദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം മുഴുവൻ നിർത്താൻ പോവുകയാണ്. അപ്പൊ പറയാണ് ന ച ഏകാന്തം അനശ്നതഃ, തീർത്തും കഴിക്കാത്തവനും യോഗസിദ്ധി ഇല്ല. അപ്പൊ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവനും യോഗസിദ്ധി ഇല്ല, തീരെ കഴിക്കാത്തവനും യോഗസിദ്ധിയില്ല. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതൊക്കെ ആപേക്ഷികമാണേ. ഇതൊന്നും എല്ലാവരെ സംബന്ധിച്ചുള്ള നിയമമല്ല, സാമാന്യ നിയമമാണിത്, വിശേഷ നിയമമല്ല. വിശേഷ നിയമം ഓരോ വ്യക്തിയോട് പറയേണ്ടതാകുന്നു. ഇവിടെ ഒരു സ്വാമിജി വന്നിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അതേ ഇവിടുന്നൊരു 30-40 ചപ്പാത്തി, അല്ലെങ്കിൽ 10-60 ഇഡ്ഡലി, ഒരു 10-60 ദോശ, ഒരു പാത്രം നിറച്ച് കറി ഒക്കെ ഇവിടുന്ന് കഴിക്കും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അക്കാലത്ത് ഇവിടെ ബാലസദനം ഉണ്ടായിരുന്നു. ബാലസദനം നമ്മൾ നിർത്തുന്നത് 2018 അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകും. അവിടുന്ന് ഇതിൻ്റെ ഇരട്ടി വീണ്ടും കഴിക്കും. അത് കഴിഞ്ഞാൽ കടയിൽ പോകും, അവിടുന്നും കഴിക്കും. പിന്നെ ഇവിടെ വരും, ഒരു 2 ബക്കറ്റ് ചോറ്. ഇതൊക്കെ ചെയ്താലും അദ്ദേഹത്തിൻ്റെ വയറ് ഉള്ളോട്ടായിരിക്കും, ഒരല്പം പോലും പുറത്തോട്ടില്ല. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5-10 കിലോഗ്രാമൊക്കെ കഴിക്കും. വയറെന്നിട്ടും ഉള്ളോട്ടാണ്, മെലിഞ്ഞിട്ട്, വളരെ മെലിഞ്ഞിട്ട് എല്ലും തോലുമായിട്ട്. അത്ഭുതമായിരുന്നു. അദ്ദേഹം ഇവിടെ വീൽ ചെയറിലായിരുന്നു വന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീൽ ചെയർ ഇപ്പോഴും ഇവിടെ കണ്ടേക്കും. അദ്ദേഹം ഇവിടുന്ന് വീൽ ചെയറൊന്നും ഇല്ലാണ്ട് കുട്ടപ്പനായിട്ട് നടന്നിട്ടാണ് പോയത്. നടന്നു പോയി, ബസ് കയറിപ്പോയി. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ ആരെങ്കിലും. ആ ഭക്തനിവാസ് ഭാഗത്ത് ഈ വീൽ ചെയറിൻ്റെ സൈഡിൽ സന്ത്റാം മന്ദിർ നടിയാത് എന്ന് എഴുതിയൊരു വീൽ ചെയർ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. അത് അദ്ദേഹം കൊണ്ടുവന്ന വീൽ ചെയറാണ്. അദ്ദേഹം അതിലാ വന്നത്. ഗുജറാത്തിയിൽ എഴുതിയൊരു വീൽ ചെയർ. അപ്പം എന്താന്ന് ചോദിച്ചാൽ അത് വേണം, അത് ഇല്ലെങ്കിൽ അദ്ദേഹം വീണു. അയാളോട് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ അദ്ദേഹത്തിന് 2 ബക്കറ്റ് കൊടുക്കും ചോറ്, 2 ബക്കറ്റ് ദോശ, അല്ലെങ്കിൽ 2 ബക്കറ്റ് ഇഡ്ഡലി സുഖമായിട്ട് ഇരുന്ന് കഴിക്കും. അതാണ് സുഖം.
അസുഖം. നിങ്ങൾ അസുഖം എന്ന് വിളിച്ചാൽ നമ്മളെങ്ങനെ പറയും? അതാണ് അദ്ദേഹത്തിന് സുഖം. ആ, ശരി, മെലിഞ്ഞിട്ടെന്ന് മാത്രമല്ല, വയറുള്ളിലോട്ട്. അതിരിക്കട്ടെ, ഇനിയിപ്പോൾ ചർച്ച അയിമലാവണ്ട. ആ ബാക്കി മുഴുവൻ വിഷയം പോവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഏതായി ഒരുപാട് മതി എന്ന് ഉള്ളുന്ന ഒരാൾ പറയും, അപ്പം നിർത്തണം. പിന്നെ വേറൊരാൾ നിർബന്ധിച്ചാൽ കഴിക്കരുത്, രുചിയുള്ളത് കൊണ്ട് നാവ് പറയും കഴിച്ചോളൂ കഴിച്ചോളൂ, കഴിക്കരുത്. നാവ് പറയും കഴിച്ചോളൂ കഴിച്ചോളൂ, പക്ഷെ ഉള്ളെന്ന് പറഞ്ഞു എന്ത്? മതി. അതാണ് അത്യാശനം. മതിന്ന് ഉള്ളുന്ന സൂചന വന്നാൽ അപ്പം നിർത്തണം. അതാണ് മാത്ര. നമ്മളെയൊക്കെ മാത്ര ഉള്ളിലുണ്ട്. ഇതിൻ്റെയൊക്കെ നിയന്താവ് ഉള്ളിലുണ്ട്. തലസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ എല്ലാ സ്ഥലത്തേക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അതിനനുസരിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ ചാപ്പാട്ടുരാമനായി മാറും. സ്വാമി നല്ല സ്വാദുണ്ട്, കുറച്ചും കൂടി കഴിക്കാം, അത് പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവർക്കും യോഗമില്ല, തീരെ കഴിക്കാത്തവർക്കും യോഗമില്ല. നച്ചാതി സ്വപ്നശീലസ്യ അതിസ്വപ്നശീലസ്യ, ഒരുപാട് ഉറങ്ങുന്നവന് യോഗമില്ല. ഇത് ആപേക്ഷികമാണ്. ഇതൊന്നും പൊതു നിയമമല്ല, പൊതുവായിട്ടുള്ള നിയമമാണ്. വിശേഷ നിയമം വേറെ പറയണം. ഓരോരുത്തരുടെ രോഗസ്ഥിതി, അതുപോലെ ചെയ്യുന്ന തൊഴിലിൻ്റെ വിശേഷം, അതിനനുസരിച്ച് ഉറക്കത്തിന് മാറ്റം ഉണ്ടാവും. ശരീരത്തിൻ്റെ രോഗസ്ഥിതി, അതിനനുസരിച്ചൊക്കെ ഉറക്കത്തിന് മാറ്റമുണ്ട്. എല്ലാവർക്കും ഒരു ഉറക്കമല്ല. ഇത് സാമാന്യ നിയമം. ഒരുപാട് ഉറങ്ങുന്നവർക്കും യോഗമില്ല. നൈവ ജാഗ്രത, തീരെ ഉണർന്നിരിക്കുന്ന ആൾക്കും യോഗമില്ല. അപ്പം അതിൻ്റെ അർത്ഥം, ആഹാരത്തിലും വിഹാരത്തിലും ഒരു മധ്യമ മാർഗം സ്വീകരിക്കണം. അത് ആത്മസംഹിതമായതാണ്, തനിക്ക് സംഹിതമായതാണ് തൻ്റെത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാതെ പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രസംഗിക്കുന്ന ആൾക്കാർ, ഉദാഹരണം പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആൾക്കാർ, സ്കൂൾ കോളേജ് അധ്യാപകർ, അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ ഉറങ്ങണം. കാരണം ധാതുശക്തി അത്രയും നഷ്ടപ്പെടുകയാണ്. ഏറ്റവും അധികം ധാതുശക്തി നഷ്ടപ്പെടുന്നത് പ്രസംഗം കൊണ്ടാണ്. അതുപോലെ സൂക്ഷ്മ ചിന്ത ചെയ്തിട്ട് പ്രവർത്തിക്കേണ്ടവർ, അവർക്ക് ഒരുപാട് ധാതുശക്തി നഷ്ടപ്പെടും. പ്രസംഗിക്കുന്നതിനേക്കാൾ ധാതുശക്തി നഷ്ടപ്പെടും. വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടവർ, അവർ കുറച്ചധികം ഉറക്കം വേണം. അല്ലാതെ ഇപ്പം ബാഹ്യമായ ജോലി അധികം ചെയ്യുന്നവർക്ക് അധികം ഉറക്കം ആവശ്യമില്ല. പിന്നെ ചില രോഗമുള്ളവർ കൂടുതൽ ഉറങ്ങണം. അങ്ങനെയൊക്കെ. ഇതൊക്കെ പൊതു നിയമം മാത്രമാണ്. അതുകൊണ്ട് മധ്യമ മാർഗം ഭക്ഷണത്തിലും ഉറക്കത്തിലും ഒക്കെ വേണം എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ന അത്യശ്നത ആത്മസംഹിതം അന്നപരിമാണം അതീത്യ അശ്നത. ന അത്യശ്നത ആത്മസംഹിതം അന്നപരിമാണം അതീത്യ അശ്നത. അത്യശ്നത ന യോഗഃ അസ്തി ന ച ഏകാന്തം അനശ്നതഃ യോഗഃ അസ്തി. യദുഹവാ ആത്മസംഹിതമന്നം തദവതി തന്ന ഹിനസ്തി യത് ഭൂയോ ഹിനസ്തി തദ്യത് കനീയോ ന തദവതി ഇതി ശ്രുതേഃ. തസ്മാത് യോഗി ന ആത്മസംഹിതാത് അന്നാത് അധികം ന്യൂനം വാ അശ്നീയാത്. അഥവാ യോഗിനഃ യോഗശാസ്ത്രേ പരിപഠിതാത് അന്നപരിമാണാത് അതിമാത്രം അശ്നതഃ യോഗഃ ന
അസ്തി. ഉക്തം ഹി അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ തൃതീയമുദകസ്യ തോ വായോ സഞ്ചരണാർത്ഥം തോ ചതുർത്ഥമവശേഷയേത് ഇത്യാദി പരിമാണം. തഥാ ന ച അതിസ്വപ്നശീലസ്യ യോഗഃ ഭവതി ന ഏവ ച അതിമാത്രം ജാഗ്രതഃ യോഗഃ ഭവതി ച അർജുന. അപ്പോൾ ആത്മസംഹിതം എന്ന് പറയുന്നത് അർത്ഥം തനിക്ക് സംഹിതമായ, തൻ്റെ ഉള്ളിന്ന് സന്തോഷമായി മതി. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത്. മോനെ കഴിച്ചോളൂ, അമ്മ പറയുകയാണ്. വേണ്ട അമ്മേ, അമ്മ കഴിച്ചോളൂ. അല്ലേ, ഞാനല്ലേ ഉണ്ടാക്കിയത്, കഴിച്ചോളൂ. പത്നി പറയുകയാണ്, നീ കഴിച്ചോളൂ, എനിക്ക് വേണ്ട. ആത്മസംഹിതമായത് അത്ര കഴിക്കുക, അതിൽ കൂടുതൽ കഴിക്കരുത്. അതാണ് അന്നപരിമാണം. അതീത്യശ്നത, ആ അളവ് അന്നത്തേക്കാൾ കൂടുതൽ കഴിക്കുന്നവന് അത്യശ്നത ന യോഗഃ അസ്തി, യോഗസിദ്ധി ഉണ്ടാവില്ല. എന്നുവെച്ച ഏകാന്തം അനശ്നത യോഗഃ അസ്തി, തീരെ കഴിക്കാത്തവനും യോഗമില്ല. അത് ഉപനിഷത്തല്ല, ബ്രാഹ്മണത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. തദുഹവ ആത്മസംഹിതമന്നം തദവതി, തനിക്ക് സംഹിതമായ അന്നം യാതൊന്നാണോ അത് നമ്മളെ രക്ഷിക്കുന്നു. വേദം പറയുകയാണ്, നമുക്ക് സംഹിതമായ അന്നം നമ്മളെ രക്ഷിക്കുന്നു. തദ്ന ഹിനസ്തി, അത് നമ്മളെ കൊല്ലുന്നില്ല. ഈ ആത്മസംഹിതം എന്നുള്ളത് അളവ് മാത്രമല്ല കേട്ടോ, വസ്തുവുണ്ട്. ചില ഭക്ഷണം കഴിച്ചാൽ നമ്മളെ അത് കൊല്ലും. കൊല്ലുക എന്ന് പറഞ്ഞാൽ മരിക്കാന്ന് അർത്ഥമില്ല, അന്ന് മുഴുവൻ ഉപദ്രവമായിരിക്കും. ചുട്ടുപൊള്ളി, മുകളിലേക്ക് വന്ന് ഗ്യാസ് കയറി, ആകെ പ്രശ്നമായി. അത് തന്നെ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പൊ തനിക്ക് സംഹിതമായത് കഴിക്കുക. സംഹിതമായ അളവ്, സംഹിതമായ വസ്തു, സംഹിതമായ കാലം ഒക്കെ അത് പ്രധാനമാണ്. മനുഷ്യൻ സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ രോഗം ഉണ്ടാവില്ല. ഏതാ സമയം? സ്വാമി, രാവിലെ 8 മണി, ഉച്ചയ്ക്ക് 1 മണി, അതല്ല സമയം. ക്ലോക്ക് നോക്കി സമയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അന്ന് രോഗം ആരംഭിക്കും. മറിച്ച് വിശപ്പുള്ളതാണ് സമയം. വിശപ്പുണ്ടെങ്കിൽ കഴിക്കുക, വിശപ്പില്ലെങ്കിൽ കഴിക്കാതിരിക്കുക. എപ്പോഴാണോ വിശപ്പുള്ളത് അപ്പോൾ കഴിക്കുക. നല്ല വിശപ്പുണ്ട്, കഴിച്ചോളൂ, ഏത് സമയത്തും കഴിക്കുക. വിശപ്പുണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിക്കും കഴിക്കാം, വിശപ്പുണ്ടെങ്കിൽ. വിശപ്പില്ലെങ്കിൽ കഴിക്കരുത്. ഉച്ചയ്ക്കായി സമയം 2 മണിയായിട്ടോ, അയ്യോ ഭക്ഷണം കഴിച്ചില്ലല്ലോ, വൈകിപ്പോയല്ലോ, മനസ്സിന് വിഷമം, പക്ഷേ വിശപ്പില്ല, കഴിക്കണോ? വേണ്ട. അപ്പൊ സമയം, അളവ്, വസ്തു ഇതൊക്കെ പ്രധാനമാണ്. ചിലർക്ക് വിശപ്പും ഉണ്ടാവില്ല, സമയവും നോക്കൂല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും. ഇവിടെ ചിലരുണ്ട്, ഇവിടുന്ന് കോഴിക്കോട് പോയാൽ കഴിച്ചേ മതിയോ. വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള നോട്ടമല്ല, കോഴിക്കോട് പോയോ കഴിക്കണം. അത് നിയമം. കോഴിക്കോട് പരിധി എത്താനാകുമ്പോഴത്തേക്ക് വയറ് പറയാൻ തുടങ്ങും, എന്ത് കഴിച്ചോളൂ. ഞാൻ വേറെ കാര്യത്തിനാണ് പോണത്, ആ കാര്യമൊക്കെ പിന്നെ. ആദ്യം ഇത് അതുകൊണ്ട് ആത്മസംഹിതമായത് കഴിക്കുക. യത് ഭൂയഃ ഹിനസ്തി, ആത്മസംഹിതമായതിനേക്കാൾ കൂടുതൽ കഴിച്ചാൽ അത് നിന്നെ കൊല്ലും. അളവ് കൂടിയാൽ കൊല്ലും. അത് ചില ആൾക്കാർ പറയാം, ഒന്ന് കിടക്കട്ടെ സ്വാമി. എന്താ അത്? ഭക്ഷണം കഴിച്ച ക്ഷീണം. ക്ഷീണം മാറാനല്ലേ ഭക്ഷണം കഴിക്കണത്. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം എങ്ങനെയാണ് ഉണ്ടാവുക?
ഏ ആവശ്യത്തിലധികം കഴിച്ചു പിന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുക പാവം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ കഴിക്കേണ്ടതിന് ഇരട്ടി കഴിച്ചു, അതുകൊണ്ടാണ് ക്ഷീണം പിടിച്ചത്. ദഹിപ്പിക്കാനുള്ള പണിയാണ്. യത് ഭൂയഃ ഹിനസ്തി യത് കനീയഃ ന തദവതി. കുറച്ചാണെങ്കിലോ അത് രക്ഷിക്കുന്നില്ല നമ്മളെ. അളവിൽ കുറച്ച് കഴിച്ചാൽ അത് നമ്മളെ രക്ഷിക്കുന്നില്ല, അളവിൽ കൂടുതൽ കഴിച്ചാൽ അത് നമ്മളെ കൊല്ലും. അപ്പൊ എന്ത് വേണം? അളവിൽ കഴിക്കണം. അതാണ്. ഈ അളവ് എല്ലാവർക്കും ഒന്നല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മസംഹിതമാണ്. തസ്മാത് യോഗി, അതുകൊണ്ട് എന്ത് വേണം? ആത്മസംഹിതാത് അന്നാത് അധികം ന്യൂനം വാ നാശ്നീയാത്. ആത്മസംഹിതമായതിനേക്കാൾ കൂടുതലോ കുറവോ കഴിക്കരുത്. അഥവാ യോഗിന, അല്ലെങ്കിൽ യോഗശാസ്ത്രേ പരിപഠിതാത് അന്ന പരിപാണാത് അതിമാത്രം അശ്നത യോഗ നാസ്തി. യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അളവുണ്ട്, അതിനേക്കാൾ കൂടുതൽ കഴിക്കരുത്. യോഗശാസ്ത്രത്തിൽ പറഞ്ഞ അളവ്, അതിനേക്കാൾ കൂടുതൽ കഴിക്കരുത്. ആയുർവേദത്തിൽ പറഞ്ഞ അളവാണത്. അതേതാണ്? അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ, വയറിൻ്റെ പകുതി കട്ടിയുള്ളത് കഴിക്കുക. തൃതീയം, മൂന്നാം ഭാഗം, അതായത് 1/4 ഉദകസ്യതു, വെള്ളം കൊടുക്കുക. അപ്പോൾ വയറിൻ്റെ പകുതി കട്ടിയുള്ളത്, ബാക്കി പകുതി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി വെള്ളം. അയ്യോ, കാൽഭാഗം നഷ്ടമാണല്ലോ. വായോഹോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷിയത്. വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് 1/4 ഒഴിച്ചിടുക. നമ്മളൊരു മിക്സറിൽ അല്ലെങ്കിൽ ഗ്രൈൻഡറിലൊക്കെ നിറയെ ഇട്ടാൽ അരയോ പൊടിയോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ സാധനം. ഇത് അരവിയന്ത്രമാണ് നമ്മളെ വയറ്റിൽ. ഈ അരവിയന്ത്രത്തിൽ നിറച്ചിട്ടാൽ അരയില്ല. ഇത് അരയ്ക്കണം, പൊടിക്കണം, എന്തൊക്കെ വേണം പാവം, ആലോചിച്ച് നോക്കൂ. അപ്പം പകുതി കട്ടിയുള്ളത്, അതിൻ്റെ പകുതി വെള്ളം. ആ വെള്ളം ഉടനെ കുടിക്കരുതേ. ഈ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പകുതി വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചോറ്, കറി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പകുതി വെള്ളമുണ്ട്, പകുതിയിലധികം വെള്ളമുണ്ട്. പിന്നെ വെള്ളം വേറെ കുടിക്കണ്ട, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി. ഇപ്പം ചോറിൽ നമ്മൾ ഖരവും ജലവും വേർതിരിച്ചാൽ പകുതി ജലമായിരിക്കും, ആയിരിക്കില്ലേ? കറി ചേർക്കണ്ട, അല്ലെങ്കിൽ തന്നെ പകുതി ജലമായിരിക്കും. നേരെ മറിച്ച് അവില് പൊരി എന്നൊക്കെ പറഞ്ഞാൽ അത് നേരെ തിരിച്ചാ, അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം, അത് ചീർക്കുന്നതാ. ചോറതല്ല, ചോറിൻ്റെ പകുതി വെള്ളാ. അതിൽ കറിയും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ആവശ്യമല്ല, കുടിക്കണ്ട, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. അത് വസ്തു അനുസരിച്ച്. ഈ വറവ് സാധനമൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 3 ഇരട്ടി വെള്ളം വേണ്ടി വരും. അപ്പം അത് ശ്രദ്ധിക്കണം, ഭക്ഷണത്തിനനുസരിച്ച് ക്രമീകരിക്കണം. പൊറോട്ട മലയാളിയുടെ ഇഷ്ടഭക്ഷണം. അതെ, ശരി. അപ്പോൾ പകുതി ഭക്ഷണം, പകുതി വെള്ളം. എന്നാൽ ഈ അരവ് ശരിക്ക് അറിഞ്ഞോളും. ഇതാണ് അന്നപരിമാണം. ഇതുപോലെ അതുകൊണ്ട് ആരെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് എന്തോ വലിയ ദേഷ്യമുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ സ്നേഹമുള്ളവരെന്താ പറയുക? പകുതി ഭക്ഷണം കഴിച്ചോളൂ, പകുതി വെള്ളം കുടിച്ചോളൂ. അതാണ് സ്നേഹമുള്ളവർ പറയുക. നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് നമ്മളോട് വലിയ ദേഷ്യമുണ്ട്, നമ്മൾ വേഗം മരിച്ചു പോകണമെന്നാണ് അവർ വിചാരിക്കണത്. ആ സ്നേഹം കൂടുതൽ വേഗം പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതെ. അതുപോലെ അതിസ്വപ്നശീലസ്യ യോഗഹാന ഭവതി. ഒരുപാട് കിടന്നുറങ്ങുന്ന ആൾക്ക് എത്ര മണിക്കൂർ ഉറക്കം? 12 മണിക്കൂർ ഉറക്കം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് ഉണരുക. അവർക്കൊരിക്കലും യോഗസിദ്ധി ഉണ്ടാവില്ല. എന്നാൽ തീരെ ഉറങ്ങാത്ത ആൾക്കാർക്കോ മുഴുവൻ ഉറക്കം ഒഴിച്ചിരിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഉറങ്ങണ്ടോ? ഉറക്കല്ല, മന്ത്രജപാണ്. അവനും യോഗസിദ്ധി ഉണ്ടാവില്ല.
അപ്പം എല്ലാത്തിലും ഒരു മിതത്വം, മധ്യമമാർഗം വേണം. കഥം പുനഃ യോഗ ഭവതി, പിന്നെ എങ്ങനെയാണ് യോഗിയാവുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. അത് കുറച്ച് കഴിഞ്ഞിട്ട് തുടരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.